ഈ ധ്യാനം വഴി നിനക്ക് ചേരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാർ. 2, നിന്റെ വചനം ശരി ഏതെന്ന് പഠിപ്പിക്കുന്നുവോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാർ. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാനുള്ള ജ്ഞാനമെന്ന കൃപ ഓരോ വചനം വഴിയും അവരിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈയുയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാം. 1 മിനിറ്റ്. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം നിഗൂഢമാകാതിരിക്കുവാൻ, അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെല്ലാവരുടെ മേലും ജ്ഞാനം ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. നാഥ, ഞങ്ങളിലുള്ള നാശത്തിന്റെ വഴി ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയും മറ്റൊരു വാക്യം കൂടി വചനം മനസ്സിലാകുന്നതിന്. 4-ാം വാക്യം. ഈ ലോകത്തിന്റെ ദേവൻ. അതാരാ ഈ ലോകത്തിന്റെ ദേവൻ? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലേ? ആണോ? ചെകുത്താൻ. ഈശോ ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നുണ്ട്, അവൻ എന്റെ മേലൊരധികാരവുമില്ല. ചെകുത്താൻ, ഈ ലോകത്തിന്റെ ദേവൻ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കുന്നു. ചെകുത്താൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കുന്നു. ആരാ അവിശ്വാസി? ഇവിടെ ആരെങ്കിലും ഹിന്ദുക്കൾ വന്നിട്ടുണ്ട്? അല്ല. അവിശ്വാസി എന്ന് പറഞ്ഞാൽ കത്തോലിക്കനാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് എന്റെ രക്ഷകനായി വന്ന് എന്നെ രക്ഷിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ, സ്വീകരിക്കുവാൻ ആര് മടിക്കുന്നുവോ അവനാണ് അവിശ്വാസി. ഞാൻ പള്ളി വരുന്നുണ്ടല്ലോ, പള്ളി വരുന്ന കാര്യമൊക്കെ പിന്നെ അത് വരേണ്ടതാണ്. ഇതിലാദ്യം എന്ത്? യേശുവാണ് രക്ഷകനെന്ന്, യേശു എന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നുവെന്ന് ആ രക്ഷകനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവനെ സ്വീകരിക്കാൻ മടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആരാ? അച്ഛനാണോ? അതോ ധ്യാനഗുരുവാണോ? ആരാ? ചെകുത്താൻ. ചെരുത്തിമാരും അല്ലോ ഈശോയെ സ്വീകരിക്കാതിരിപ്പോണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവനെങ്ങനെ അറിയുന്നത്? ഞാൻ പറയുന്നില്ലല്ലോ, അവനെ അറിയാം. ഇനി നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ മനസ്സിനെ അവൻ അന്ധമാക്കും. അപ്പോൾ എന്തു വേണം? ചെകുത്താന് വചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച്, എടാ പോകണ്ടടാ, ഇപ്പൊ ഒന്ന് മുള്ളാൻ പോകാവടാ, നമുക്ക് ആവശ്യമുള്ള കാര്യം വരാൻ പോവാ, അല്ല ഇച്ചിരി വെള്ളം അവിടെ വെച്ചിട്ട് കുടിക്കാൻ പോകാവടാ എന്നൊക്കെ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിച്ച് നമ്മുടെ മനസ്സിനെ അന്ധമാക്കി വചനം ഗ്രഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആക്കുന്നു. എപ്പോൾ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കുമ്പോൾ. അപ്പോൾ വചനം ശ്രവണത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ കർത്താവ് 2 പോയിന്റ് നമ്മളെ പഠിപ്പിക്കുക. 1, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. 2, അവന്റെ വഴി സ്വീകരിക്കുക, നാശത്തിന്റെ വഴി ഉപേക്ഷിക്കുക. എങ്കിൽ നമ്മൾ ധന്യരായി ധ്യാനത്തിന്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കും. കൈയുയർത്തുക. 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഉയർത്ത്. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയുണ്ട്. ക്ഷീണവും മാറും, പ്രാർത്ഥനയുമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ സാത്താൻ സ്വാധീനിക്കുവാൻ അനുവദിക്കരുതേ. നാഥ, യേശുവേ, അങ്ങ് ഞങ്ങളെല്ലാവരുടെയും രക്ഷകനാണ്. രക്ഷകനായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വീടുകളുടെ നാഥനായി, രക്ഷകനായി യേശുവേ, അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു. 2 തിമോത്തി 3:15. സാധിക്കുന്നവരെ ഈ വചനങ്ങളൊക്കെ ഒന്ന് കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. കാരണം കേൾക്കുന്നതെല്ലാം മനസ്സിലിരിക്കണമെന്നില്ല. കേട്ട കാര്യങ്ങളെ ഒന്ന് കേട്ട് കടത്തിവിടാനുള്ളതുമല്ല. പിന്നെയോ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, ചുറ്റുപാടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് ഈ ധ്യാനം വഴി അല്ലെ ഇത് കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള അപ്പസ്തോല ഗണമാണ് ഓരോ വിശ്വാസി.
2 തിമോത്തി 3:15 പറയുന്നത് രക്ഷ പ്രാപിക്കുന്നതിന് ഒരുവനെ ജ്ഞാനിയാക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. രക്ഷ പ്രാപിക്കുന്നതിന് ഒരുവനെ ജ്ഞാനിയാക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ ഈശോയെ സ്വീകരിച്ചേച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രം പോരാ. രക്ഷ പ്രാപിക്കാനുള്ള അവന്റെ വഴിയിൽ നമ്മൾ അറിവുള്ളവരാകണം എന്ന് പറഞ്ഞാൽ ചേടുത്തിയുടെ ഭർത്താവിന്റെ പെങ്ങടെ മകളുടെ കല്യാണം, ഒരു ചേടുത്തിയുടെ ഭർത്താവിന്റെ പെങ്ങടെ മകളുടെ കല്യാണത്തിന് വന്ന് വിളിച്ചു. തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണ് അവർ താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണെന്നറിയാം. കല്യാണവും വിളിച്ചു. പോകാൻ നേരത്താ ഓർക്കുന്നത്, അയ്യോടാ തിരുവനന്തപുരത്ത് കല്യാണത്തിന് പോകണമല്ലോ, വീട് എവിടാന്ന് ചോദിച്ചില്ലല്ലോ, കല്യാണത്തിന് പോകാനൊക്കുവോ? പോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞ മാതിരി യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ. സ്വീകരിക്കുന്ന ഞാന് അവന്റെ വഴിയിലായിരിക്കണമെങ്കിൽ അവന്റെ വഴിയിൽ ജ്ഞാനിയാകണം. അവന്റെ വഴിയിൽ നമ്മളെ ജ്ഞാനിയാക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇതിലെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ദിവസങ്ങളിൽ പറയും. ഞാൻ സൂചിപ്പിച്ചു. സാധിക്കുന്നവരെ ഇത് കുറിച്ചെടുത്ത് അതാ ദിവസം വൈകുന്നേരം ഇത് കാണാമെന്ന് പഠിക്കണം. പഠിച്ചാൽ വല്ലതും കിട്ടും. ഞങ്ങൾ പോകുന്ന ധ്യാനങ്ങളിൽ തുറന്നു പറയട്ടെ, യേശു കർത്താവ് സ്വർഗം തുറന്ന് അനുഗ്രഹവർഷം ചൊരിയുകയാണ്. ഇന്നുവരെ ഒരു ധ്യാനത്തില് 80% പേരും, എല്ലാ ധ്യാനങ്ങളിലും 80% പേരും ദൈവകൃപയിൽ നിറഞ്ഞാ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സംശയമില്ല, യേശു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കുടുംബത്തിൽ നമ്മളിൽ പ്രവർത്തിക്കും. കെട്ടുകൾ അഴിക്കും, സഹോദരരാക്കും, കൃപ ചൊരിയും. പക്ഷെ ഒരു കാര്യം, യേശുവിന്റെ വചനം പഠിച്ച് അതനുസരിച്ച് ജ്ഞാനിയാകാൻ വേണ്ടി കുറിച്ചെടുക്കുകയും അത് പഠിക്കുകയും അത് അനുസരിക്കാൻ ആരംഭിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും വചനത്തെ സംബന്ധിച്ചുള്ള പോയിന്റ് കഴിഞ്ഞു. അടുത്തത്, ഈ കേൾക്കുന്ന വചനങ്ങള്, ആത്മാവും ജീവനുമാകുന്ന വചനങ്ങള് എന്നിലേക്ക് ഒഴുകണമെങ്കിൽ ഈ വചനം മാംസം ധരിക്കുന്നതിന് നമ്മൾ സഹകരിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഗുണം നമുക്ക് വേണം. എങ്കിലേ കേൾക്കുന്ന വചനം നമ്മളിലേക്ക് ഒഴുകും. ഇവിടെ ഒരു വലിയ മഴ പെയ്യുന്ന അവസരത്തില്, വെള്ളമില്ലാത്ത അവസരം, പാത്രം പിടിക്കാതെ വെള്ളം കിട്ടുവോ? ഇല്ല. പാത്രം വെച്ച് ചിലപ്പുറത്ത് കുടയും കൂടെ വെച്ചാൽ വെള്ളം വീഴുവോ? ഇല്ല. അതുകൊണ്ട് ഏത് രീതിയിൽ ഏത് പുണ്യം സ്വീകരിച്ചുകൊണ്ട് വചനം ശ്രവിക്കണം, ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ പറയാൻ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി എടുക്കുന്ന പോയിന്റ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് മറിയത്തിന്റെ സ്തോത്രഗീതമെന്ന ഹെഡിങ്ങിൽ അവിടുന്ന്, മറിയം പറയുക, തന്റെ ദാസിയുടെ, അവിടുന്ന് തന്റെ ദാസിയുടെ, ആരായി അവിടുന്ന്? ആരാ? സർവശക്തനായ ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ദൈവത്തിന് നോട്ടപ്പശ വരുവോ? ചേടത്തിക്ക് 10 പിള്ളേരുണ്ട്. 7-ാമത്തെ 8-ാമത്തെ ഏതാന്ന് ചേടത്തി മറന്നുപോയാലും ദൈവം മറക്കുവോ? ഇല്ല. നോക്കിയേ, അവിടുന്ന്, എല്ലാം അറിയുന്ന അവിടുന്ന്. മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു ദൈവരഹസ്യം പ്രഖ്യാപിക്കുക. അവിടുന്ന് തന്റെ ദാസിയുടെ, തന്റെ ദൈവത്തിന്റെ ദാസിയുടെ, അതന്നെ ഈ മറിയം മാത്രമേ ഉള്ളൂ ദാസിയായിട്ട്? ദൈവജനമേ, ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദാസീദാസന്മാരായി ഒരുപാട് പേര് മഹത്വത്തിൽ പ്രവേശിച്ചു. പക്ഷേ മറിയം പറയുന്നത്,
എല്ലാം അറിയുന്നവനായ ദൈവം ദാസിമാരിൽ ദാസിയാകുവാൻ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി എന്നെ വിളിച്ചു. എന്താ ക്വാളിറ്റി? ദാസിയുടെ വിനയം. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകളിൽ നീ ഭാഗ്യവതി അല്ലേ? സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വളരെ വാക്യവാ അല്ലേ? സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടാ? മറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ? അവിടെ സൗന്ദര്യം കൊണ്ടാണോ? അവളുടെ സൗന്ദര്യം ദൈവമാതാവാകുവാനുള്ള യോഗ്യതയാണ്. പ്രൈസ് ദി ലോർഡ്. അതന്നെ ദൈവമാതാവെന്ന് പറഞ്ഞ് ഞാനും ചോദിച്ചോട്ടെ, നിങ്ങളുടെ വികാരിയച്ഛന്റെ അമ്മച്ചി ഇവിടെ വന്നു, പള്ളി വന്ന് നിൽക്കുക, നിങ്ങളെന്ത് പറയും? അയാളുടെ അമ്മച്ചി വന്നെന്ന് പറയുവോ? അതിന് ചിരിക്കുന്നത് പറയുവോ? പിന്നെ പറയും അച്ഛന്റെ അമ്മ അല്ലേ? എന്റെ അമ്മ ഇവിടെ വന്നാൽ എന്ത് പറയും? അച്ഛന്റെ അമ്മയെന്ന് പറയുവോ? ബ്രദറിന്റെ അമ്മ അല്ലേ ചേട്ടാ? അങ്ങനല്ലേ? അതെ. ഇതുപോലെ യേശു ദൈവമായതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യേശു ദൈവമായതുകൊണ്ട് യേശുവിന്റെ അമ്മ ദൈവമാതാവാണ്. നോക്കിക്കേ, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പോൾ ദൈവമാതാവാകുവാൻ അവർക്ക് ഭാഗ്യം കൊടുത്തത് അവിടെ പ്രത്യേക ഗുണമാണ്. എന്താ ഗുണം? എന്തോന്നാ? വിനയം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവരഹസ്യം മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലോകത്തോട് പറയുന്നു. 51 വാക്യത്തിൽ കേട്ടോണം. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിക്കും. ദൈവജനമേ, ബൈബിളിന്റെ ആഴങ്ങൾ കാണുകയാണെങ്കിൽ വിശ്വാസത്തിന്റെയും വിശുദ്ധിയിലുള്ള വളർച്ചയുടെയും പ്രത്യേക പുണ്യം എന്താണെന്ന് മറിയം വെളിപ്പെടുത്തുകയാണ്. പറയട്ടെ, വിനയമില്ലാത്ത വിശ്വാസി അല്ല. നിങ്ങളുടെ വികാരിച്ചോട് ചെന്ന് രഹസ്യമായിട്ട് ചോദിച്ചു ശരിയാണോ എന്ന്. ആരും കേൾക്കല്ലേ, കേട്ടാ വളരെ ഇടിക്കും. ഇനിയും ഒരുവന്റെ വിശുദ്ധിയിലുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ അതും വിനയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ദൈവജനമേ തെറ്റുപറ്റരുത്, ആരും നമ്മെ വഞ്ചിക്കരുത്. അതുകൊണ്ട് മറിയം പറഞ്ഞു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്തോന്നാ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ? പാപ്പനറിയാവോ? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില എഴുത്തിമാരുടെ ഭർത്താക്കന്മാരൊക്കെ അമേരിക്കയിൽ പോകും, ഇവിടെയും പോകും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, എന്റെ നാട് ചങ്ങനാശ്ശേരിയാ, ചങ്ങനാശ്ശേരിയിലെ കാര്യമാണ്. അമേരിക്കയൊക്കെ പോകുമ്പം ഡോളറും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ വരുമ്പം ഇതെല്ലാം അവിടെ കയ്യിലോട്ട് കിട്ടും. ഡോളർ കയ്യൊക്കെ ഇട്ട് കയറാം, അത് പോക്കറ്റ് ഇടും. ഈ സ്വർണ്ണം എല്ലാം അവിടെ കയ്യൊക്കെ ഇട്ടും പള്ളിയിലോട്ട് പോകാന്ന് വിചാരിച്ചു. പള്ളിയിലോട്ട് പോകുമ്പം എല്ലാരെയും നോക്കും. നമ്മള് തർത്തി ചായക്ക അവിടെ റബ്ബർ വെട്ട അവിടെ ഭർത്താവിന്. എന്റെ ഭർത്താവ് എവിടാ? അമേരിക്കയില. എല്ലാരെയും നോക്കുമ്പം എന്നെക്കാൾ താഴ്ന്നവരായിട്ട് കാണുകയും എനിക്ക് ദൈവം തന്നതെല്ലാം എന്റെ ഹൃദയത്തിൽ വെച്ച് ഞാൻ അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? അമ്മച്ചിക്ക് പിടികിട്ടിയില്ലല്ലേ? അമ്മച്ചിക്ക് പിടികിട്ടണേ മോൻ ദുബായിക്ക് പോണം. ദുബായിക്ക് പോയി കഴിയുമ്പോ അത് പിടികിട്ടും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുകയും വിനയമുള്ളവരെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ധ്യാന ദിവസങ്ങളിൽ ആരെ, ഏത് കുടുംബത്തെ ഉയർത്താൻ തുടങ്ങും? വിനയമുള്ളവരെ ഉയർത്താൻ തുടങ്ങും. ഒരിക്കലേ ഒരു 2-3 കൊല്ലം മുമ്പ്, 4 കൊല്ലം മുമ്പ് ചങ്ങനാശ്ശേരി പാറേപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ?